നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയിലെ ബ്രസീൽ പുറത്തായപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം നെയ്മർ നന്നായി മിസ് ചെയ്തു എന്നാണ്. ഈവൻ ആ കളിയുടെ കമൻറ്റേറ്റർ പോലും കളിയുടെ അവസാനത്തെ 10-20 മിനിറ്റ് സമയത്ത് ഇംഗ്ലീഷ് കമൻറ്റേറ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. 10 പേരായിട്ട് ചുരുങ്ങിയ ഉറുഗ്വായുടെ ഡിഫൻസ് പൊളിക്കാൻ ബ്രസീലിന് കഴിയുന്നില്ല. ഇത്തരം ഘട്ടങ്ങളിലാണ് നെയ്മർ ജൂനിയറെയും വിനി ജൂനിയറെയും ഒക്കെ ബ്രസീൽ മിസ് ചെയ്യുന്നത് എന്ന്. വിനി സസ്പെൻഷൻ വാങ്ങി പുറത്തായതാണല്ലോ. നെയ്മർ അങ്ങനെയല്ല. നെയ്മർ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് വല്ലാതെ വലഞ്ഞു പോയതാണ്. പലതവണ എതിരാളികളുടെ ഡിഫൻസ് അദ്ദേഹം കീറി മുറിച്ച് ബ്രസീലിൻ്റെ രക്ഷയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് തോറ്റ കളിയില്ലേ, ഷൂട്ടൗട്ട് തോറ്റ കളി, അന്നും നെയ്മറുടെ ഒരു കിടിലൻ ഗോൾ നമ്മൾ കണ്ടിരുന്നില്ലേ. അപ്പോൾ എങ്ങനെ ഡിഫൻസിനെ കീറി മുറിക്കണം, അതിനുള്ള മാജിക്കൽ പവർ നെയ്മർ ജൂനിയർക്കുണ്ട്. ആ നെയ്മർ ബ്രസീലിൻ്റെ ആദ്യത്തെ 1-2 കളികൾക്ക്, ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾക്ക് കളി കാണാൻ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. ഇവിടെ ഒരു പെനാൽറ്റി കിട്ടിയപ്പോൾ ഞാൻ എടുക്കണോ എന്ന് പോലും അദ്ദേഹം ചോദിക്കുന്നത് രസകരമായ രൂപത്തിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്നലത്തെ തോൽവി കാണാൻ നെയ്മർ US ഉണ്ടായിരുന്നില്ല. നെയ്മർ എവിടെയായിരുന്നു? ബ്രസീൽ തോറ്റപ്പോൾ നെയ്മറുടെ റിയാക്ഷൻ എന്തായിരുന്നു? നെയ്മർ പൊട്ടിക്കരഞ്ഞു പോയി. ബ്രസീൽ തോറ്റപ്പോൾ നെയ്മർ പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നെയ്മർ ഉണ്ടായിരുന്നത് സാവോ പോളോയിലാണ്. അദ്ദേഹത്തിൻ്റെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള തിയാഗിഞ്ഞോയുടെ ഷോയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ആ ഷോക്കിടയിൽ തന്നെ അദ്ദേഹം കളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തൻ്റെ ഫോണിൽ അദ്ദേഹം കളി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ബ്രസീൽ തോറ്റെന്നറിഞ്ഞപ്പോൾ നെയ്മർ പൊട്ടി കരഞ്ഞു പുറത്തായ ഘട്ടത്തിൽ അങ്ങനെ അടുത്തുള്ള ഫ്രണ്ട്സ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, അതിൻ്റെ വീഡിയോയും ചിത്രങ്ങളുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. കളിക്കളത്തിനകത്തല്ലെങ്കിലും നെയ്മർ ജൂനിയറുടെ ഹൃദയം മുഴുവൻ ബ്രസീലിയൻ ദേശീയ ടീമിനോടൊപ്പമായിരുന്നു. കോപ്പയിൽ നിന്ന് പുറത്തായപ്പോൾ അദ്ദേഹം കളിക്കാത്ത കോപ്പയാണ്, എന്നിട്ട് പോലും അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ടെങ്കിൽ ഈ ടീമിനെ അദ്ദേഹം എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണത്. മുമ്പ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ ഇതുപോലെ ഷൂട്ടൗട്ടിൽ തോറ്റ് പുറത്തായപ്പോൾ 5 ദിവസമാണ് താൻ കരഞ്ഞുകൊണ്ടേയിരുന്നത് എന്ന് നെയ്മർ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ ഒന്ന് പറയുകയുണ്ടായി. അതെ, ഈ ടീമിനെ അയാൾ വല്ലാതെ സ്നേഹിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ പരിക്കേറ്റ് ടീമിനെ സഹായിക്കാൻ പറ്റാതെയാവുന്നു. അടുത്ത തവണയെങ്കിലും പരിക്കിൽ നിന്ന് മുക്തനായി വരുന്ന നെയ്മർക്ക് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ബ്രസീലിന് വേണ്ടി പന്ത് തട്ടാനാവട്ടെ. അടുത്ത വേൾഡ് കപ്പ് നെയ്മറുടേതാവട്ടെ എന്നാഗ്രഹിക്കുകയാണ് ബ്രസീലിയൻ ആരാധകർ. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.